ദളപതി 69 എന്ന എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് അങ്ങ് മലേഷ്യ വെച്ച് നടത്താൻ പോവുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതെന്തുകൊണ്ട് മലേഷ്യയിൽ കാരണങ്ങൾ പലതാണ് എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ. ആ ചർച്ചകൾ പലവിധമാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് കയ്യൂർ ദുരന്തമൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ വിജയെ കാണാൻ വേണ്ടി ഒത്തുകൂടാൻ വേണ്ടി പല പല ആളുകൾ വരുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാകാം. ഒരു സ്റ്റാമ്പെറ്റിലേക്കൊക്കെ കഴിഞ്ഞ തവണ മാറിയതുപോലെ 41 മരണങ്ങളാണ്. അത് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. 41 ജീവനുകളാണ് പൊലിഞ്ഞത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വിജയ് നേരെ പോയി മലേഷ്യയിൽ വെച്ചൊരു ഓഡിയോ ലോഞ്ച് നടത്താനുള്ള പരിപാടികളാണോ എന്നുള്ളതൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കരൂർ ദുരന്തമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ മലേഷ്യയിൽ വെച്ച് നടത്താനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ള ചെറിയ ചെറിയ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. എന്താണ് ദളപതി 69 അഥവാ ജനനായകനിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്? പലരും പറയുന്നത് ഇത് ബാലയ്യയുടെ സിനിമയായ ഭഗവന്ത് കേസരിയുടെ റീമേക്കാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് മാമിതയുടെ കഴുത്തിലുള്ള മാല, അതൊക്കെ പ്രത്യേകിച്ച് ശ്രീലീലയുടെ കഴുത്തിലും അതേ മാല കണ്ടതായി പലരും പറയുന്നുണ്ട്. അത് ബാലയ്യയുടെ പടത്തിലെ അതേ മാല തന്നെയല്ലേ ഈ മാല, ഇങ്ങനെയല്ലേ വരണം എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഭഗവന്ത് കേസരിയുടെ റീമേക്കാണോ ഇല്ലോ എന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷേ ഭഗവന്ത് കേസരിയായിട്ട് സിനിമയ്ക്ക് ബന്ധമുണ്ട് ഇല്ല എന്നുള്ളത് വൈറൽ ചായയിൽ നിന്നുകൊണ്ട് ഹരി കൃത്യമായി ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പറയുകയാണ് പ്രേക്ഷകരെ. അതെന്തായാലും ഉണ്ടാകും. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലും കൂടി നമുക്ക് നിൽക്കാം. അപ്പോൾ അതുള്ളത് കൊണ്ട് എങ്ങനെയാണ് വരാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഭഗവന്ത് കേസരിയുടെ റീമേക്കിൽ ദളപതി വിജയ് അഭിനയിക്കുന്നു. എന്തിനാണ് ഒരു റീമേക്ക് പടം എടുത്ത് അവസാനത്തെ സിനിമയാക്കുന്നതെന്നൊക്കെ വിമർശകർ പറയും. പക്ഷേ അങ്ങനെ ഒരു കാര്യമാക്കുന്നില്ല. ആ സിനിമയുമായിട്ട് വിജയ് എന്തായാലും മുന്നോട്ട് പോകാനുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് നിൽക്കുന്നത്. ഓൺ ദ നോട്ട് അതും കൂടി പറയുമ്പോൾ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിജയ് ആരാധകർ വളരെയധികം വിഷമത്തിൽ തന്നെയാവും. തർക്കമൊന്നുമില്ലേ? ഇല്ല. കാരണം മാസ്റ്റർ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവും. മാസ്റ്റർ കോഡ് വരുന്ന സമയത്ത് നിൽക്കുമ്പോഴേക്കും ഒരു ചെറിയ ഹോളിലാണ് ആ ഓഡിയോ ലോഞ്ച് പരിപാടി തന്നെ നടത്തിയത്. ബീസ്റ്റിനാവട്ടെ ഓഡിയോ ലോഞ്ച് പരിപാടിയേ ഉണ്ടായിരുന്നില്ല. വിജയും നെൽസനും കൂടി ചേർന്നൊരു ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയാം, വളരെയധികം വൈറലായി കോടികൾ വ്യൂ ഉണ്ടായിരുന്ന യൂട്യൂബ് വ്യൂ ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂവും കൂടിയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഓഡിയോ ലോഞ്ചുകൾ, ലിയോയുടെ ഓഡിയോ ലോഞ്ച് അതിഗംഭീര ഓഡിയോ ലോഞ്ച് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ മലേഷ്യയിൽ വെച്ച് ഓഡിയോ ലോഞ്ച് നടത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ആ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. റിപ്പോർട്ടുകളാണ്, ഉറപ്പിക്കാൻ കഴിയില്ല. അതും ഒരു പശ്ചാത്തലമാണ്. അങ്ങനെ നിൽക്കേ ഇനി അഥവാ ദളപതി 69 ആയ ജനനായകൻ്റെ ഓഡിയോ ലോഞ്ച് ഇന്ത്യയിലാണെന്ന് വിചാരിക്കും, ചെന്നൈയിലാണെന്നും വിചാരിക്കും, ജനക്കൂട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലേ? ഇല്ല. കാരണം എന്താ? വിജയുടെ അവസാനത്തെ സിനിമയാണ്. വിജയുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുപാടുണ്ടാകും. അത് കാണാൻ വേണ്ടി ഓഡിയോ ലോഞ്ചിൽ വരാം. കാരണം വിജയുടെ ഓഡിയോ ലോഞ്ചുകളുടെ പ്രത്യേകത എന്താണ്? വിജയുടെ ഓഡിയോ ലോഞ്ചുകളുടെ പ്രത്യേകത രാഷ്ട്രീയക്കാരനായ വിജയുടെ പ്രസംഗം കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമുക്ക് വിജയുടെ ഓഡിയോ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അല്ലാതെ തന്നെ തമിഴക വെട്ടക്കഴകത്തിലൂടെ വിജയ് ഇപ്പം നല്ല രീതിയിൽ രാഷ്ട്രീയം പ്രസംഗിക്കുന്നുണ്ട്. ഇനി ഓഡിയോ ലോഞ്ചിലും കൂടി അത് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു പക്ക രാഷ്ട്രീയക്കാരനെ കാണാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഓഡിയോ ലോഞ്ച് വഴി മാറിപ്പോവുക എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കാം അതിൻ്റെ കൂട്ടത്തിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് വൈറൽ ചായയിലൂടെ സംസാരിക്കാം. ആ സംസാരത്തിലൂടെ തന്നെയാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും വിജയുടെ സിനിമാ ജീവിതവും കൂടി ഉറ്റുനോക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവനയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളത് വേണം വ്യക്തമാക്കാൻ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ മലേഷ്യയിൽ വെച്ച് നടക്കുമോ ഓഡിയോ ലോഞ്ച് എന്നുള്ളതും കൂടി ഒരു ചർച്ചാ വിഷയമാണ്. എന്തായാലും വിജയ് ആരാധകർക്ക് ചെറിയ നിരാശ തന്നെയുണ്ട്. വിജയെ ഓഡിയോ ലോഞ്ചിൽ അങ്ങനെ നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം അവരും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അത് റിപ്പോർട്ടുകൾ മാത്രമാണ്, സ്ഥിരീകരിച്ചിട്ടില്ല.